സെപ്റ്റംബർ 5-ന് ഡൽഹിയിൽ വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടി ഒരു സമരവുമായി എത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി രണ്ടാം ഘട്ട സമരം ഡൽഹിയിലേക്ക് ആരംഭിക്കുന്നു. ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി, അതായത് ഈ മാസം പകുതിയോടുകൂടി തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അഭിജിത് ദീപ്കയും അതോടൊപ്പം തന്നെ സൗരവ് ദാസും ഉൾപ്പെടെയുള്ളവർ ഒരു നീക്കം നടത്തിയത്. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താവ് സൗരവ് ദാസ് ഒരു നീക്കം നടത്തിയിരുന്നു. അതായത് സ്കൂളുകളടക്കം കയറി ചെല്ലുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തടസ്സപ്പെടുത്തുന്നു, അനുവാദമില്ലാതെ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ ചിത്രങ്ങൾ എടുക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. അവസാനം വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു ഔദ്യോഗികമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരാളെ പോലും സ്കൂളിൽ കയറ്റരുത് എന്നൊരു നീക്കമുണ്ടായി. നിലവിൽ ഇപ്പോൾ സെപ്റ്റംബർ 12, അതായത് 10, 11, 12 തീയതികളിൽ ഡൽഹി അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ IPC സെക്ഷൻ 144 പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ 163, അതായത് നിരോധനാജ്ഞ ഡൽഹിയിൽ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ നടക്കുകയാണ്. ഇത്തവണ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ ലോക രാജ്യങ്ങളടക്കമുള്ള രാഷ്ട്രീയ തലവന്മാർ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഡൽഹിയിലേക്ക് എത്തും. ഈ ബ്രിക്സിൽ അമേരിക്ക ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ബ്രിക്സ് ഉച്ചകോടി ഒരിക്കലും ഒരു കാരണവശാലും ഡൽഹിയിൽ നല്ല രീതിയിൽ നടക്കരുത് എന്നൊരു ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്. ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടക്കമുള്ള ലോകരാഷ്ട്ര തലവന്മാർ ഡൽഹിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹത്തിലേക്ക് നിൽക്കുന്നത്. അതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 5-ാം തീയതി മുതൽ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു സമരം നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി പോകുന്നത്. ഇപ്പോൾ അത് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ അഭിജിത് ദീപ്കയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സെപ്റ്റംബർ 5 തന്നെ തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ ജാർഖണ്ഡിൽ PSC പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ പോയി നിങ്ങൾ എന്തുകൊണ്ട് സമരം നടത്തിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിജിത് ദീപ്കെ എനിക്ക് ടൈഫോയിഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ടൈഫോയിഡ് ആയിരുന്ന സമയത്താണല്ലോ താങ്കൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മദ്യവും ഉൾപ്പെടെയൊക്കെ വെച്ചുകൊണ്ട് ഒരു പാർട്ടി തന്നെ നടത്തിയത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ടൈഫോയിഡ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അഭിജിത് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി. BJP സർക്കാരിനെ അട്ടിമറിക്കുക അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ സെപ്റ്റംബർ 10, 11 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടി ഒരു കാരണവശാലും നല്ല രീതിയിൽ പോകരുത്. കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരു പരിപാടിയാണ് ബ്രിക്സ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമ്മിറ്റിൽ അമേരിക്കയ്ക്ക് വരെ പ്രാധാന്യം നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ബ്രിക്സിൽ ഏതെങ്കിലും ഒരു കറൻസിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ബ്രിക്സിൽ ഉള്ള രാജ്യങ്ങളെല്ലാം കൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡീല്, കൂടാതെ ആയുധവുമായി ബന്ധപ്പെട്ടുള്ള ഡീലിംഗ് ഉണ്ടാകാം. ഈ സമയത്ത് തന്നെ ഇന്ത്യയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരും തമ്മിൽ ഒരു ഔദ്യോഗികമായ ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടക്കാം. അങ്ങനെയൊക്കെ പലതരത്തിലുമുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നടത്തി ബ്രിക്സ് നല്ല രീതിയിലേക്ക് പോകുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായി കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുമ്പാകെ ഡൽഹിയിൽ കലുഷിതമാകുന്നു, ബ്രിക്സ് ഉച്ചകോടി മുഴുവനും അലങ്കോലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു. ജന്തർ മന്ദിറിൽ വലിയ രീതിയിലുള്ള അടി നടക്കുന്നു, അകത്ത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നു, പുറത്ത് പോലീസും ഇന്ത്യൻ സൈന്യവും അടക്കം വിദ്യാർത്ഥികളുമായി, അതായത് ഇന്ത്യയിൽ ഒരു ജൻസി കലാപം സെപ്റ്റംബർ 10, 11 തീയതികളിൽ നടക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വരണം. അതിനാണ് ഈ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025-ൽ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഒരു നീക്കമുണ്ടായി. അത് ആ സമയത്താണ് അന്ന് കർഷകരെയൊക്കെ ഇളക്കിക്കൊണ്ടൊരു പ്രക്ഷോഭം, അതോടൊപ്പം തന്നെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ അടക്കം ഒരു കലാപം നടത്തിയത്. അതിനുശേഷം പുടിൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ഒരു വാർത്തയായിരുന്നു. ഇന്ത്യയും പുടിനും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആയുധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച, S-400 സുദർശൻ ആയുധവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് റഷ്യ കൈമാറുമെന്നടക്കമുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച നല്ല രീതിയിൽ വാർത്തകളിൽ ഇടം നേടരുത് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അന്ന് ഈ എയർ ഇന്ത്യ വിമാനങ്ങളടക്കം തന്നെ വലിയ രീതിയിൽ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാർത്താ പ്രാധാന്യം നേടിയത് അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിച്ചത് ഇന്ത്യയിൽ എയർ ഇന്ത്യ വിമാനം കൂട്ടത്തോടെ റദ്ദാക്കുന്നു. ഒരു ദിവസം 1000 അല്ലെങ്കിൽ 2000-ഓളം എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കുന്നു. അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഇന്ത്യയിൽ വരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നില ഇടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്
ഈ രാജ്യവിരുദ്ധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത് ജന്തർ മന്ദിറിൽ സെപ്റ്റംബർ 5 എന്നല്ല, ഇനി ഒരു പരിപാടിയും ജന്തർ മന്ദിറിൽ നടത്താനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദവും ഇനി ആർക്കും നൽകില്ല എന്ന് ഡൽഹി പോലീസ് തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ്.